വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. തിരക്കേറിയ ഒരു മെട്രോപൊളിറ്റൻ സിറ്റിയിൽ റിയൽ എസ്റ്റേറ്റ് ഏജന്റായി ജോലി നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പെൺകുട്ടി പെട്ടെന്നൊരു ദിവസം 400 വർഷം മുൻപുള്ള ഒരു കാലഘട്ടത്തേക്ക് എത്തിപ്പെട്ടാൽ എങ്ങനെയുണ്ടാവും? അവൾ പോലും തിരിച്ചറിയുന്നതിന് മുമ്പ് ആ രാജ്യത്തെ അധികാരവടംവലിക്കിടയിൽ അവൾ ഒരു പ്രധാന കന്യയായി മാറുകയും കൂടി ചെയ്താൽ പിന്നെ എന്തൊക്കെയാവും സംഭവിച്ചിട്ടുണ്ടാകുക? ടൈം ട്രാവലിങ്ങും കോമഡിയും ഫാന്റസിയും റൊമാൻസും എല്ലാം കൂടി മിക്സ് ചെയ്ത് 2017 പുറത്തിറങ്ങിയ എറ്റേണൽ ലവ് എന്ന ഹിസ്റ്റോറിക്കൽ ഡ്രാമയുടെ ഒന്നാമത്തെ സീസണാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത്. ലോകം മുഴുവൻ വളരെയധികം ഫാൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഈ ഡ്രാമയുടെ 3 സീസൺ ഇതുവരെ പുറത്തിറങ്ങിയിട്ടുണ്ട്. നമുക്ക് ആദ്യത്തെ സീസൺ കണ്ടു നോക്കാം. ടൈം ട്രാവലിംഗ് നമ്മൾ മലയാളികൾക്ക് അത്ര പരിചയമല്ലെങ്കിലും ടൈം മെഷീനും മറ്റും ഉപയോഗിച്ച് വേറെ കാലഘട്ടത്തിലേക്ക് പോകുന്ന തമിഴ് ഹിന്ദി സിനിമകളൊക്കെ നമ്മളും കണ്ടിട്ടുണ്ട്. സമയത്തിൻ്റെ സ്പീഡ് വ്യത്യാസം വരുത്താൻ കഴിയുന്ന പല ആകർഷണ വലയങ്ങളും ഭൂമിയിലുണ്ട് എന്ന് ഐൻസ്റ്റീൻ പറഞ്ഞിട്ടുണ്ട്. ഷിവാലിംഗ് ഭൂഖണ്ഡത്തിൽ നിന്ന് അത്തരത്തിലൊരു മാന്ത്രിക ആകർഷണ വലയമാണ് നമ്മുടെ ഹീറോയിൻ്റെയും ദോങ്യു സാമ്രാജ്യത്തിൻ്റെയും വിധിയാകെ മാറ്റിമറിച്ചത്. അവിടുത്തെ മന്ത്രി ക്യു ജിയാങ്ലിൻ്റെ രണ്ടാമത്തെ മകൾ 1 മാസം മുമ്പ് ഏറ്റവും മൂത്ത രാജകുമാരനെ വിവാഹം കഴിക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. അവളുടെ ശ്രമം പരാജയപ്പെട്ടെങ്കിലും ആ അപകടത്തിൽ നിന്ന് അവൾ ഉണർന്നത് പുതിയൊരാളായിട്ടാണ്. ഈ മന്ത്രികുമാരിയാണ് നമ്മുടെ ഹീറോയിൻ ക്യു ടാനർ. ആ അപകടത്തിന് ശേഷം ഒരു മന്ത്രികുമാരിക്ക് വേണ്ട എല്ലാ യോഗ്യതകളും ഉണ്ടായിരുന്ന ടാനറുടെ അടക്കവും ഒതുക്കവും നിറഞ്ഞ സ്വഭാവം മൊത്തത്തിൽ മാറിമറിഞ്ഞു. ഇപ്പോൾ അവൾക്ക് എന്തിനും ഏതിനും എടുത്തുചാട്ടമാണ്. അടക്കവും ഒതുക്കമൊന്നും തീരെയില്ല. ഈ കൂടെയുള്ളത് ടാനറുടെ തോഴി ജിങ്ഷിനാണ്. ടാനറുടെ എല്ലാ കാര്യങ്ങളും നോക്കാനുള്ള ഉത്തരവാദിത്തം ജിങ്ഷിനാണ്. 24 മണിക്കൂറും അവൾ ടാനറിനൊപ്പം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ടാനറുടെ സ്വഭാവത്തിലെ മാറ്റം ഏറ്റവും നന്നായി അറിയാവുന്നതും ജിങ്ഷിനാണ്. അന്ന് രാവിലെ ടാനർ ഉണരുമ്പോഴും ജിങ്ഷിൻ തൊട്ടടുത്ത് തന്നെയുണ്ട്. കുമാരിക്ക് എന്താണ് കഴിക്കാൻ വേണ്ടത്, മധുരമുള്ളതാണോ എരിവുള്ളതാണോ എന്ന് ജിങ്ഷിൻ ടാനറിനോട് ചോദിക്കുന്നു. പക്ഷെ അതിന് മറുപടി പറയാതെ എനിക്ക് അപ്പോഴേ അറിയാമായിരുന്നു, ഇത് പിന്നെയും ആ നശിച്ച സ്ഥലം തന്നെയാണല്ലേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ എഴുന്നേറ്റത്. ആ പ്രതികരണം കണ്ടപ്പോഴേ ജിങ്ഷിന് കാര്യം പിടികിട്ടി. ഇന്ന് കുമാരി എരിവുള്ള ഫുഡാണ് കഴിക്കാൻ പോകുന്നതെന്ന് ചിരിയോടെ പറഞ്ഞുകൊണ്ട് 2 വശത്തായി 2 തരം സാധനങ്ങളുമായി കാത്തു നിന്നിരുന്ന സേവകരിൽ ഒരു കൂട്ടരെ ജിങ്ഷിൻ മടക്കി അയക്കുന്നു. അതിനുശേഷം അവൾ വീണ്ടും ടാനർ കരികിലെത്തി കുമാരിയെ പ്രഭാത കർമ്മങ്ങൾക്ക് ഞാൻ സഹായിക്കണമെന്ന് അന്വേഷിക്കുന്നു. എന്നെ കുമാരി എന്ന് വിളിക്കരുതെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിച്ച് ടാനർ അവളോട് ദേഷ്യപ്പെടുന്നു. ഒരു കാര്യം ചെയ്യ്, ഇനി മുതൽ നീ എന്നെ ടാൻ എന്ന് വിളിച്ചാൽ മതി എന്ന് അവൾ പറയുന്നു. ജിങ്ഷിൻ അത് സമ്മതിച്ചിട്ട് ടാനറുടെ കാലിൽ ചെരുപ്പിട്ട് കൊടുക്കാൻ തറയിലേക്ക് ഇരുന്നെങ്കിലും ഞാൻ തന്നെ ഇട്ടോളാമെന്ന് പറഞ്ഞ് ടാനർ എഴുന്നേറ്റ് ചെരുപ്പിട്ടുകൊണ്ട് പല്ല് തേക്കാനും മറ്റുമായി ചെല്ലുന്നു. ജിങ്ഷിൻ ഒരു ബ്രഷും അത് മുക്കി തേക്കാൻ ഒരു പൊടിയും അവൾക്ക് നൽകുന്നു. ബ്രഷ് വായിൽ വെച്ചൊന്ന് തേച്ചപ്പോൾ തന്നെ അതിൻ്റെ നാര് ഇളകിപ്പോകാൻ തുടങ്ങിയതിനാൽ അത് തുപ്പിക്കളഞ്ഞിട്ട് ഇത് എന്തൊരു ബ്രഷാണ്, ഇതിൻ്റെ നാരെന്താണ് ഇളകി വരുന്നത് എന്ന് ചോദിച്ച് അവൾ ദേഷ്യപ്പെടുന്നു. ഇങ്ങനൊരു സാധനം ഇവിടെ ആരും ഇതുവരെ കണ്ടിട്ടില്ല. ആ മരപ്പണിക്കാരൻ കുമാരി പറഞ്ഞതുപോലെയൊക്കെ ഇതുണ്ടാക്കാൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട് എന്ന് ജിങ്ഷിൻ പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടൊരു പ്രയോജനവുമില്ല എന്നറിയാവുന്നത് കൊണ്ട് അവൾ ഓക്കെ പറയുന്നു. അതിനുശേഷം ഡ്രസ്സ് നേരെയാക്കാനും മറ്റും ജിങ്ഷിൻ അവളെ സഹായിക്കുന്നുണ്ടെങ്കിലും ആ പരിചരണം തീരെ ശീലമില്ലാത്തത് കൊണ്ട് ഇതൊക്കെ ഞാൻ തന്നെ ചെയ്തോളാമെന്ന് പറഞ്ഞ് അവൾ ജിങ്ഷിനെ മാറ്റി നിർത്തി സ്വന്തമായി മേക്കപ്പ് ഒക്കെ ഇട്ട് റെഡിയാകുന്നു. പക്ഷെ മേക്കപ്പ് കഴിഞ്ഞപ്പോൾ അവളുടെ മുഖം കണ്ട് ജിങ്ഷിന് എന്തു പറയണം എന്ന് പോലും അറിയാത്ത സ്ഥിതിയിലായിരുന്നു. ആ മേക്കപ്പ് സാധനങ്ങളൊന്നും ഉപയോഗിച്ച് ശീലമില്ലാത്ത ടാനർ മുഖം അത്യാവശ്യം വൃത്തികേടാക്കിയിട്ടുണ്ടായിരുന്നു. അവസാനം അവൾ ജിങ്ഷിനോട് തന്നെ ഒരുങ്ങാൻ സഹായിക്കാൻ പറയുന്നു. ജിങ്ഷിൻ അത്യാവശ്യം നല്ലൊരു ബ്യൂട്ടീഷ്യൻ ആണെന്ന് തന്നെ പറയാം. അവളെ വൃത്തിയായി തന്നെ അണിയിച്ചൊരുക്കുന്നുണ്ട്. മേക്കപ്പ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ കട്ടിലിന്റെ കാര്യം എന്തായി എന്ന് ടാനർ അവളോട് ചോദിക്കുന്നു. ഞാൻ ഈ കൊട്ടാരം മുഴുവൻ അരിച്ചു പെറുക്കി നോക്കിയിട്ടും കുമാരി പറഞ്ഞതുപോലെ ഒരു കട്ടിൽ എങ്ങും കണ്ടെത്താനായില്ല എന്ന് ജിങ്ഷിൻ പറഞ്ഞപ്പോൾ അതിവിടെ ഇല്ലേ, പിന്നെ ഞാൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് ടാനർ പുറത്തേക്ക് പോകാൻ തുടങ്ങുന്നു. ജിങ്ഷിൻ ഓടിച്ചെന്ന് അവളെ പിടിച്ചു നിർത്തിയിട്ട് ഇന്ന് എങ്ങോട്ടും പോകാൻ പറ്റില്ലെന്നറിയില്ലേ, കുമാരിയുമായുള്ള വിവാഹത്തെക്കുറിച്ച് സംസാരിക്കാൻ 8ാമത്തെ രാജകുമാരൻ ഇന്ന് ഇവിടേക്ക് വരുന്നുണ്ട് എന്നവൾ അറിയിച്ചപ്പോൾ അതെപ്പോഴാണ് തീരുമാനിച്ചത്, ഞാൻ അറിഞ്ഞില്ലല്ലോ. അപ്പോൾ പിന്നെ എനിക്ക് പോകാൻ ഒരു കാരണം കൂടിയായി. ആ കിളവൻ ക്യൂ അവളുടെ അച്ഛൻ്റെ കാര്യമാണ് ഉദ്ദേശിച്ചത്. ഏതെങ്കിലും വൃത്തികെട്ട വയസ്സിനെ ആയിരിക്കും എനിക്ക് ഭർത്താവായി കണ്ടെത്തിയിട്ടുണ്ടാവുക, അങ്ങനെ എന്നെ കണ്ണിന് നേരെ കണ്ടുകൂടാ എന്നവൾ പറയുന്നു. നമ്മുടെ രാജ്യത്ത് തന്നെ ഏറ്റവും സുന്ദരനും മിടുക്കനുമാണ് 8ാമത്തെ രാജകുമാരൻ എന്നാണ് കേട്ടിട്ടുള്ളത് എന്ന് ജിങ്ഷിൻ പറഞ്ഞപ്പോൾ എന്നെ വെറുതെ പറ്റിക്കാൻ നോക്കണ്ട, അത്ര നല്ലതൊന്നും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് ടാനർ പറയുന്നു. ഞാൻ സത്യമാണ് പറയുന്നത്, കുമാരനെ ഒന്ന് കാണാൻ വേണ്ടി മാത്രം ഇവിടുത്തെ ജോലിക്കാർ മുഴുവൻ മുൻവശത്തേക്ക് പോയിരിക്കുകയാണെന്ന് ജിങ്ഷിൻ വീണ്ടും പറയുന്നു. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ 2 പേരും മാത്രമേ ഉള്ളൂ അല്ലേ എന്ന് ചോദിച്ച് ടാനർ ഒരു പ്രത്യേക ചിരിച്ചിരിക്കുന്നുണ്ട്. എന്തോ പണിയൊപ്പിക്കാനുള്ള ചിരിയാണെന്ന് കണ്ടാൽ അറിയാം. ഈ അരുവിക്കടുത്തിരുന്ന് ചെസ് കളിക്കുന്നതാണ് ജിങ്ഷിൻ പുകഴ്ത്തി പറഞ്ഞ ടാനറിനെ പെണ്ണു കാണാൻ വരാൻ പോകുന്ന പ്രസിദ്ധനായ 8ാമത്തെ രാജകുമാരൻ മോ ലിയാങ് ഷെങ്. നമുക്ക് ഷെങ് എന്ന് വിളിക്കാം. ഷെങ്ങിന്റെ അടുത്ത് നിൽക്കുന്നത് അവന്റെ കാവൽക്കാരനായ യു ഹാവ് ആണ്. ഷെങ്ങിന്റെ കൈവശം രാജമുദ്രയുള്ള ഒരു ടോക്കൺ ഉണ്ട്. കളിക്കിടയിൽ എന്തോ ഒരു ശബ്ദം കേട്ട് ഷെങ് ഒന്ന് പുഞ്ചിരിക്കുന്നു. നിമിഷങ്ങൾക്കകം കുറെ ആയുധധാരികൾ അവർക്ക് മുന്നിലേക്ക് ചാടി വീഴുന്നു. ആദ്യം തന്നെ ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നതിൽ ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് അവർ പറയുന്നതിനാൽ ഞാൻ ആരാണ് എന്ന് നിങ്ങൾക്കറിയാമല്ലേ, അതറിഞ്ഞിരുന്നിട്ടും നിങ്ങൾ എന്നെ ആക്രമിക്കാൻ ധൈര്യം കാണിക്കുകയാണല്ലേ. ഇപ്പോൾ നിങ്ങളുടെ യജമാനൻ ശരിക്കും ആവശ്യക്കാരനാണ് എന്ന് ഷെൻ പറയുന്നു. കൂടുതലൊന്നും സംസാരിക്കേണ്ട, ഒന്നുകിൽ ഇമ്പീരിയൽ ടോക്കൺ ഞങ്ങൾക്ക് തരണം, അല്ലെങ്കിൽ
ഇവിടെ മരിക്കാൻ തയ്യാറായിക്കോളൂ എന്ന് ആയുധധാരികളിൽ ഒരാൾ പറയുന്നു. യുഹാവോ, നിന്റെ കഴിവിനെ ഇവർ കുറച്ച് കണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. നീ ആരാണെന്ന് അവർക്ക് ശരിക്കും ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്ന് ഷെങ് നിർദ്ദേശിക്കുന്നതിനാൽ യുഹാവോ സന്തോഷത്തോടെ അവർക്ക് നേരെ ചെല്ലുന്നു. പിന്നെ അവിടെ ഒരു പൊരിഞ്ഞ പോരാട്ടം തന്നെ നടക്കുന്നുണ്ട്. യുഹാവോ മികച്ച ഒരു പോരാളിയും അഭ്യാസിയുമൊക്കെ ആയിരുന്നു. അവന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ശത്രുക്കൾക്ക് കഴിയുന്നില്ല. അവൻ അവരെ നേരിട്ട് കൊണ്ട് നിൽക്കുമ്പോൾ വെള്ളത്തിൽ നിന്നൊരാൾ ചാടിക്കയറി ഷെങ്ങിനെ ആക്രമിക്കാൻ ചെല്ലുന്നു. യുഹാവോ അയാളെ കണ്ടെങ്കിലും തക്ക സമയത്ത് അവിടേക്ക് എത്താൻ കഴിയുന്നില്ല. ഷെങ് മുന്നിലിരുന്ന ചെസ് ബോർഡിലെ കരുക്കൾ തൻ്റെ കുങ്ഫു ഉപയോഗിച്ച് ആ ആക്രമിക്കുന്ന നേരെ എറിഞ്ഞ് അതുപയോഗിച്ച് അയാളെ വകവരുത്തുന്നു. യുഹാവോ ബാക്കിയുള്ളവരെ ഒതുക്കിയിട്ട് ഓടി അവിടേക്ക് വന്നപ്പോൾ നീ കുറച്ച് താമസിച്ചു എന്ന് പറഞ്ഞ് ഷെങ് അവനെ കുറ്റപ്പെടുത്തുന്നു. എന്നോട് ക്ഷമിക്കണം, ഇനി ഇങ്ങനെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് യുഹാവോ ക്ഷമ പറയുന്നു. ഞാൻ ആദ്യം മടങ്ങുകയാണ്, നീ ഇതെല്ലാം ക്ലിയർ ചെയ്തിട്ട് വന്നേക്കെന്ന് ഷെങ് പറഞ്ഞപ്പോൾ ഇവരെ ചോദ്യം ചെയ്യാനായി അങ്ങോട്ടേക്ക് കൊണ്ടുവരണോ എന്ന് യുഹാവോ ചോദിച്ചപ്പോൾ ഞാൻ കുങ്ഫു പ്രയോഗിക്കുന്നത് കണ്ടവരെയെല്ലാം വകവരുത്തിയേക്കാൻ നിർദ്ദേശിച്ചിട്ട് അവൻ പോകുന്നു. കൊട്ടാരത്തിലെ ജോലിക്കാരെല്ലാം രാജകുമാരനെ കാണാൻ പോയ തക്കം നോക്കി മതിൽ ചാടി അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ടാനർ. അപ്പോൾ ജിങ്ഷിൻ അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവൾ അതൊന്നും വകവയ്ക്കാതെ മതിലിൽ വലിഞ്ഞു കയറാനുള്ള ശ്രമത്തിലാണ്. മുമ്പൊരിക്കലും കൊട്ടാരം വിട്ട് തനിച്ച് പുറത്തു പോയിട്ടില്ലാത്ത കുമാരി എന്താണ് ഈ കാണിക്കുന്നത്? കുമാരിക്ക് ഇതിന് കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് ജിങ്ഷിൻ അവളുടെ കാലിൽ പിടിച്ച് വലിച്ചപ്പോൾ നിനക്ക് എന്നെക്കുറിച്ചൊന്നും അറിയാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. ഞാനൊരു റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ആയിരുന്നപ്പോൾ എൻ്റെ പല ക്ലയൻസിൻ്റെയും വീടിൻ്റെ മതിൽ ചാടി എനിക്ക് അകത്ത് കയറേണ്ടി വന്നിട്ടുണ്ട്, അതും ഹൈ ഹീൽസ് ഇട്ടുകൊണ്ട്. പിന്നെയല്ലേ ഈ ഫ്ലാറ്റ് ഷൂസ്, ഇതൊക്കെ എനിക്ക് നിസ്സാരമല്ലേ എന്ന് പറഞ്ഞവൾ ശ്രമം തുടരുന്നു. ചാടരുത് എന്ന് പറഞ്ഞ് ജിങ്ഷിൻ പിന്നെയും കാലിൽ പിടിച്ച് വലിക്കുന്നുണ്ട്. കുറേ നേരം ശ്രമിച്ചിട്ട് മതിലിന് വിചാരിച്ചതിനേക്കാൾ ഉയരം കൂടുതലാണ് എന്ന് പറഞ്ഞ് ടാനർ താഴെ ഇറങ്ങി അവിടെ ഉണ്ടായിരുന്ന 1-2 കുട്ട പോലെയുള്ള പാത്രങ്ങൾ അവിടേക്ക് പെറുക്കിയിട്ട് ഉയരം കൂട്ടാൻ ശ്രമിക്കുന്നു. ജിങ്ഷിൻ അതെടുത്ത് മാറ്റുന്നത് കണ്ട് അവൾ ജിങ്ഷിനെ വഴക്ക് പറയുന്നു. കുമാരി പോയാൽ എനിക്ക് മരിക്കേണ്ടി വരും, ദയവായി പോകരുതെന്ന് ജിങ്ഷിൻ പറഞ്ഞെങ്കിലും അവൾ ജിങ്ഷിനെ ശാസിച്ച് നിർത്തിയിട്ട് ആ കുട്ടയുടെ മുകളിൽ ചവിട്ടിക്കയറി ഒരു വിധത്തിൽ മതിലിന് മുകളിൽ പിടുത്തമിടുന്നു. അവൾ ചവിട്ടിയ കുട്ട തെറിച്ച് താഴേക്ക് വീഴുന്നുണ്ട്. മുകളിലെത്തി കഴിഞ്ഞപ്പോഴാണ് മറുവശത്തേക്കും അത്രയും തന്നെ താഴ്ചയുണ്ടല്ലോ എന്ന ബോധം ടാനർക്ക് വന്നത്. ഞാനങ്ങനെ താഴെ ഇറങ്ങുമെന്ന് പറഞ്ഞവൾ വെപ്രാളത്തോടെ ചുറ്റും നോക്കുമ്പോഴാണ് നമ്മുടെ ഷെങ് അതുവഴി വരുന്നത് അവൾ കണ്ടത്. അതാണ് വിവാഹം ആലോചിച്ച രാജകുമാരൻ എന്നൊന്നും അവൾക്കറിയില്ല. എന്തായാലും അവൾ അവനെ സഹായത്തിനായി വിളിക്കുന്നു. ഞാൻ വെറുതെ ഒരു തമാശയ്ക്ക് വേണ്ടി പ്രകൃതി ഭംഗി ആസ്വദിക്കാമെന്ന് കരുതി ഇവിടെ കയറിയതാണ്, പക്ഷേ എനിക്കിപ്പോൾ ഇറങ്ങാൻ പറ്റുന്നില്ല, എന്നെ ഒന്ന് സഹായിക്കാമോ എന്ന് അവൾ ചോദിക്കുന്നു. ആണും പെണ്ണും തമ്മിൽ അകലം പാലിക്കണമെന്നറിയില്ലേ എന്നാണ് അവൻ മറുപടി പറഞ്ഞത്. അതിനിപ്പോൾ ഇവിടെ വേറെ ആരുമില്ലല്ലോ, അത്രയൊന്നും ചിന്തിക്കണ്ട. ഒന്ന് സഹായിക്കാൻ അവൾ വീണ്ടും പറഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ മനസാക്ഷിയെ വഞ്ചിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞവൻ മുഖം തിരിക്കുന്നു. അപ്പോഴേക്കും അകത്തെ മടങ്ങിയെത്തിയ ജോലിക്കാർ അവൾ വീണ്ടും ആത്മഹത്യ ചെയ്യാനുള്ള ശ്രമമാണ് എന്ന് കരുതി അവളുടെ കാലിൽ പിടിച്ച് താഴെ ഇറക്കാൻ ശ്രമിക്കുന്നു. എന്നെ പിടിച്ച് വലിക്കരുത് എന്ന് പറഞ്ഞവൾ അവരെ ചവിട്ടി ദൂരെ എറിഞ്ഞിട്ട് ഷെന്നിൻ്റെ അടുത്ത നമ്പർ ഇറക്കി നോക്കുന്നു. എന്നെ ഈ കുടുംബം തട്ടിക്കൊണ്ട് വന്നതാണ്, ഇവരെന്നെ വേശ്യാലയത്തിലേക്ക് വിൽക്കാനുള്ള ഉദ്ദേശമാണ്, എന്നെ രക്ഷിക്കണമെന്ന് അവൾ പറഞ്ഞു നോക്കുന്നു. പക്ഷേ ഷെങ്ങിനെ അതൊന്നും കേട്ടിട്ടൊരു കുലുക്കവുമില്ല. അവൻ സഹായിക്കാൻ യാതൊരു ഉദ്ദേശവുമില്ല എന്ന് മനസ്സിലാവുന്നതിനാൽ അവൾക്ക് ദേഷ്യം വരുന്നുണ്ട്. അവളപ്പോൾ വായിൽ വന്ന സിസി എന്ന ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിച്ച് അവനെ തെറി വിളിക്കുന്നു. അപ്പോഴേക്കും പുറകിൽ നിന്ന് വീണ്ടും ജോലിക്കാർ അവളുടെ കാലിൽ പിടിച്ച് വലിക്കാൻ തുടങ്ങുന്നു. അവൾ അവരെ ചവിട്ടി ദൂരെ എറിഞ്ഞിട്ട് ഇനി ആലോചിച്ച് നിൽക്കാൻ സമയമില്ല എന്ന് പറഞ്ഞ് മതിലിൻ്റെ മുകളിലേക്ക് കയറി എന്നെ പിടിച്ചോടെ എന്ന് ഷെങ്ങിനോട് പറഞ്ഞ് താഴേക്ക് ചാടുന്നു. പക്ഷേ ഷെങ് അവളെ പിടിച്ചില്ല എന്ന് മാത്രമല്ല ആദ്യം നിന്നിടത്ത് നിന്ന് 2 അടി പുറകിലേക്ക് മാറുകയും ചെയ്യുന്നു. ടാനർ നേരെ നിലത്തടിച്ച് വീഴുന്നു. അവളുടെ ബോധം പോകുന്നുണ്ട്. അപ്പോഴേക്കും ജിങ്ഷിനും ജോലിക്കാരും കൂടി വാതിൽ തുറന്ന് ഓടി അവിടെ എത്തുന്നു. ജിങ്ഷിൻ അവളെ വിളിച്ചു നിർത്തി എഴുന്നേൽപ്പിക്കുന്നു. ഉണർന്നെഴുന്നേറ്റത് നമ്മൾ ഇതുവരെ കണ്ടതിൽ നിന്ന് തികച്ചും വ്യത്യസ്തയായ ഒരു പെൺകുട്ടിയാണ്. അവൾ എഴുന്നേറ്റ് നിന്നയുടൻ എന്തോ വലിയ തെറ്റ് ചെയ്തതുപോലെ വളരെ മര്യാദക്കാരിയായ ഷെങ്ങിനോട് ഞാൻ അബദ്ധത്തിൽ താഴെ വീണതാണ്, എന്നോട് ക്ഷമിക്കണമെന്ന് പറയുന്നു. കുമാരിയുടെ ഭാവി വരൻ ഇതൊക്കെ കണ്ടാൽ മോശം അഭിപ്രായം പറയില്ലേ, അത് വിവാഹത്തിനെ ബാധിക്കില്ലേ എന്ന് ഷെങ് ചോദിച്ചപ്പോൾ അവൾ അതിന് മറുപടിയൊന്നും പറയാതെ ജിങ്ഷിനോട് എന്നെ അകത്തേക്ക് കൊണ്ടുപോകാൻ പറയുന്നു. ജിങ്ഷിൻ അവളെ കൂട്ടിക്കൊണ്ടുപോയപ്പോൾ കുറച്ചു മുമ്പ് കണ്ടതിൽ നിന്ന് ഇവൾക്ക് ഇത്ര പെട്ടെന്ന് ഇത്തരം മാറ്റം വരാൻ എന്താണ് കാരണമെന്ന് ഷെങ് ചിന്തിക്കുന്നുണ്ട്. അകത്ത് മുറിയിലെത്തി കഴിഞ്ഞപ്പോൾ ജിങ്ഷിൻ ടാനറിനോട് ടാൻ, നീ എന്നെ ശരിക്കും പേടിപ്പിച്ചു, ഇനിയെങ്കിലും ഇങ്ങനെയൊന്നും കാണിക്കരുതെന്ന് പറയുന്നു. നീ ഇപ്പോൾ എന്നെ എന്താണ് വിളിച്ചത്, നിനക്കിപ്പോൾ ഒട്ടും ബഹുമാനമില്ലാതെയായോ എന്ന് ചോദിച്ച് അവൾ വഴക്ക് പറഞ്ഞപ്പോഴാണ് ആള് മാറിയെന്ന് ജിങ്ഷിന് മനസ്സിലാകുന്നത്. മുന്നിലിരിക്കുന്നത് യഥാർത്ഥ കുമാരി തന്നെയാണ് എന്ന് അവൾക്ക് മനസ്സിലാവുന്നതിനാൽ ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല കുമാരി എന്ന് പറഞ്ഞവൾ ടാനറിനോട് ക്ഷമ പറയുന്നു. അപ്പോഴാണ് മറ്റൊരു ജോലിക്കാരി വന്ന് കുമാരിയെ രാജകുമാരനെ കാണാനും വിവാഹക്കാര്യം സംസാരിക്കാനുമായി അച്ഛൻ ഹാളിലേക്ക് വിളിക്കുന്നുവെന്നറിയുന്നത്. ഞാൻ ഉടൻ തന്നെ അവിടെ എത്താമെന്ന് അച്ഛനെ അറിയിക്കാൻ പറഞ്ഞവൾ ജോലിക്കാരിയെ മടക്കി അയക്കുന്നു. ഷെഗിനെ സ്വീകരിക്കുന്ന തിരക്കിലായിരുന്നു മന്ത്രി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഇരിക്കുന്നത് നിയമപ്രകാരമുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യയാണ്. പണ്ടുകാലത്ത് അങ്ങനെയുള്ള ഭാര്യമാരെ കൂടാതെ എത്ര പേരെ വേണമെങ്കിലും ഭാര്യമാരാക്കാനുള്ള അവകാശം പുരുഷന്മാർക്കുണ്ടായിരുന്നു. പക്ഷേ കുടുംബത്തിൻ്റെ അധികാരം മുഴുവൻ നിയമപ്രകാരമുള്ള ഭാര്യമാർക്കായിരിക്കും. ബാക്കിയുള്ളവരെ കോൺക്യൂബിൻ എന്നാണ് വിളിക്കുന്നത്. മന്ത്രി ക്യൂബിൻ്റെ 9ാമത്തെ കോൺക്യൂബിൻ്റെ മകളാണ് ടാനർ. ടാനറുടെ അമ്മയും അവർക്കൊപ്പം നിൽപ്പുണ്ട്. വിവാഹക്കാരൻ സംസാരിക്കാൻ രാജകുമാരൻ നേരിട്ട് വന്നതിൽ മന്ത്രി സന്തോഷം അറിയിക്കുന്നു. സംസാരത്തിനിടയിൽ ടാനർ കോൺക്യൂബിൻ്റെ മകളാണെന്ന് ഞാൻ കേട്ടല്ലോ, അത് സത്യമാണോ എന്ന് ഷെൻ ചോദിച്ചപ്പോൾ മന്ത്രി ചെറിയ ചമ്മലോടെ കുമാരന് അതൊരു കുറച്ചിലായി തോന്നുന്നുണ്ടെങ്കിൽ
ഈ ആലോചനയിൽ നിന്ന് പിന്മാറിക്കൊള്ളാൻ പറയുന്നു. ഈ വിവാഹം തീരുമാനിച്ചത് രാജാവല്ലേ, അത് വേണ്ടെന്ന് വയ്ക്കുന്നത് രാജകൽപ്പനയെ എതിർക്കുന്നതിന് തുല്യമല്ലേ, അതുകൊണ്ട് വെറുതെ പോലും അങ്ങനെ പറയരുത് എന്ന് ഷെങ് ഓർമ്മിപ്പിക്കുന്നു. കുമാരി എത്തിയിട്ടുണ്ട് എന്ന് തോഴിമാർ അറിയിച്ചപ്പോൾ ടാനറിനെ ഇപ്പോൾ കാണുന്നുണ്ടോ എന്ന് മന്ത്രി ഷെങ്ങിനോട് ചോദിക്കുന്നു. ഞാൻ കാണാനുള്ള ആകാംക്ഷയിലാണ് എന്നവൻ അറിയിക്കുന്നതിനാൽ ടാനറിനോട് പുറത്തേക്ക് വരാൻ അവർ നിർദ്ദേശിക്കുന്നു. ഒരു നേരിയ കർട്ടൻ ഉപയോഗിച്ചുള്ള സ്ക്രീനിങ്ങിന് ഇരുവശത്തു നിന്നാണ് അവർ പരസ്പരം കണ്ടതെങ്കിലും കുറച്ചു മുമ്പ് മതിൽ ചാടിയ പെൺകുട്ടി തന്നെയാണത് എന്ന് ഷെങ്ങിന് മനസ്സിലാവുന്നതിനാൽ കുമാരി നന്നായി വിദ്യാഭ്യാസം ചെയ്തിട്ടുണ്ട് എന്ന് ഞാൻ കേട്ടു. ഞാൻ അടുത്തിടെ കേട്ട ഒരു പുതിയ ശൈലിയുടെ അർത്ഥം എന്താണ് എന്നൊന്ന് പറഞ്ഞു തരാമെന്ന് ചോദിച്ച് മതിലിന് മുകളിൽ നിന്ന് അവൾ അവനെ വിളിച്ച സിസി എന്ന വാക്കിൻ്റെ അർത്ഥം ചോദിക്കുന്നു. പക്ഷേ ടാനർ ആ വാക്ക് ആദ്യമായി കേൾക്കുകയായിരുന്നു. അർത്ഥം അറിയില്ല എന്നവൾ പറഞ്ഞപ്പോൾ ഇതിനു മുമ്പ് ഈ വാക്ക് കേട്ടിട്ടില്ല എന്നവൻ എടുത്തു ചോദിച്ചു. ഇല്ല എന്നവൾ ഉറപ്പിച്ചു പറഞ്ഞപ്പോൾ അവൾ കള്ളം പറയുകയാണ് എന്നാണ് അവൻ കരുതുന്നത്. എന്താണ് ആ വാക്കിൻ്റെ അർത്ഥമെന്ന് മന്ത്രി ചോദിച്ചപ്പോൾ അർത്ഥം അറിയാമായിരുന്നെങ്കിൽ ഞാൻ കുമാരിയോട് ചോദിക്കില്ലായിരുന്നല്ലോ എന്നവൻ അറിയിക്കുന്നു. ടാനറുമായുള്ള വിവാഹത്തിന് സമ്മതമാണ്. നാളെ തന്നെ വിവാഹ സമ്മാനങ്ങൾ കൊടുത്തയക്കുന്നതാണ്. അടുത്തു തന്നെ വിവാഹത്തിന് പറ്റിയ നല്ലൊരു മുഹൂർത്തം നിശ്ചയിച്ചോളാൻ പറഞ്ഞിട്ടാണ് ഷെങ് യാത്ര പറഞ്ഞത്. അവൻ പോകാൻ എഴുന്നേറ്റപ്പോൾ പുറത്തേക്ക് യാത്ര അയക്കാൻ മന്ത്രി ഒപ്പം ചെല്ലാൻ തുടങ്ങിയപ്പോൾ ഇങ്ങനെയുള്ള ഫോർമാലിറ്റിയുടെ ഒന്നും ആവശ്യമില്ല, ഞാൻ തന്നെ പോയിക്കോളാം എന്ന് ഷെങ് പറയുന്നു. രാജകുമാരനായി അങ്ങോട്ട് ഉപചാര മര്യാദകൾ കാണിക്കേണ്ടത് എൻ്റെ കടമയല്ലേ എന്ന് മന്ത്രി പറഞ്ഞപ്പോൾ അങ്ങനെ മര്യാദ പാലിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, എൻ്റെ കൺസൾട്ടിനെ അതായത് ടാനറിനെ നന്നായി ശ്രദ്ധിച്ചോണം എന്ന് മാത്രം നിർദ്ദേശിച്ചിട്ട് അവൻ പോകുന്നു. അവൻ മടങ്ങിയെത്തിയപ്പോൾ അവന് നേരെയുണ്ടായ ആക്രമണത്തെക്കുറിച്ച് അറിഞ്ഞ് അവൻ്റെ അനിയൻ 14ാമത്തെ രാജകുമാരൻ ജുവാൻ അതിനെക്കുറിച്ച് ചോദിക്കാൻ ചിത്രം വരച്ചുകൊണ്ടിരിക്കുകയായിരുന്ന ഷെങ്ങിൻ്റെ അടുത്തെത്തുന്നു. പകൽ വെളിച്ചത്തിൽ ഒരു രാജകുമാരനെ ആക്രമിക്കാനുള്ള ധൈര്യം അവർക്ക് എങ്ങനെ വന്നു? ചേട്ടൻ ഇനിയും കയ്യും കെട്ടി നോക്കിയിരിക്കാതെ ചേട്ടൻ കഴിവുകൾ പുറത്തെടുത്ത് ചേട്ടന് സഹായം നൽകാൻ തയ്യാറായി മുന്നോട്ട് വന്ന ജനറൽമാരുടെയും മന്ത്രിമാരുടെയും സഹായത്തോടെ അധികാരം പിടിച്ചെടുക്കണമെന്ന് ഷുവാൻ പറഞ്ഞപ്പോൾ അതിനുള്ള സമയമായിട്ടില്ല എന്നവൻ ഒരു പുഞ്ചിരിയോടെ മറുപടി നൽകുന്നു. ഷെങ് പോയ ശേഷം മുറിയിൽ മടങ്ങിയെത്തിയ ടാനർ ആകെ വിഷമിച്ചിരിക്കുന്നത് കണ്ട് കുമാറിനെ ഇഷ്ടമായില്ലേ എന്ന് ജംഗ്ഷൻ ചോദിക്കുന്നു. എൻ്റെ ഇഷ്ടം ആരെങ്കിലും ഇവിടെ പരിഗണിക്കുന്നുണ്ടോ? എൻ്റെ ഫീലിങ്സിന് ഒരു വിലയുമില്ല എന്നവൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മന്ത്രിയുടെ ഭാര്യ അവിടേക്ക് വരുന്നതിനാൽ അവൾ എഴുന്നേറ്റ് എന്നവരെ വണങ്ങുന്നു. അവർ ടാനറിനോട് മുട്ടുകുത്തി നിൽക്കാൻ പറഞ്ഞിട്ട് മതിലിന് മുകളിൽ വലിഞ്ഞു കയറി നീ കുടുംബത്തെയാകെ നാണം കെടുത്തുമല്ലേ എന്ന് ചോദിച്ച് അവളെ വഴക്ക് പറയുന്നു. ജിങ്ഷനും വേഗം മുട്ടുകുത്തിയിരുന്നിട്ട് അതെൻ്റെ തെറ്റാണ് മാഡം, എന്നെ ശിക്ഷിച്ചോളൂ എന്ന് പറഞ്ഞെങ്കിലും ടാനർ അവളോട് മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് ഞാൻ ചെയ്തത് തെറ്റാണ്, എന്നെ ശിക്ഷിച്ചോളാൻ പറയുന്നു. നീ നിന്റെ തെറ്റ് സമ്മതിച്ച സ്ഥിതിക്ക് ശിക്ഷ ഏറ്റുവാങ്ങിക്കോളൂ എന്ന് പറഞ്ഞ് ടാനറിന് ശിക്ഷ നൽകാൻ അവർ ജോലിക്കാർക്ക് നിർദ്ദേശം നൽകുന്നു. അവർ കയ്യിൽ കരുതിയിരുന്ന സൂചികളിൽ ഒന്നെടുത്ത് ടാനറിൻ്റെ പുറത്ത് മാറി മാറി കുത്തുന്നു. വേദന കൊണ്ട് നിലവിളിച്ച ടാനറിനെ ജംഗ്ഷൻ പൊതിഞ്ഞു നിന്ന് സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത്തവണത്തേക്ക് കുമാരിയോട് ക്ഷമിക്കണം എന്നവൾ കരഞ്ഞു പറയുന്നു. ക്ഷമിക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്, പക്ഷെ അവൾ ചെയ്യുന്ന ഓരോന്നും കണ്ടില്ലേ? മതിൽ ചാടി മൂത്ത രാജകുമാരനൊപ്പം പോകാനായിരുന്നോ നിന്റെ പ്ലാൻ? നിനക്ക് നിന്റെ സ്ഥാനം അറിയില്ലേ? എൻ്റെ മകളുടെ സ്ഥാനം തട്ടിയെടുക്കാമെന്ന് നീ കരുതണ്ട എന്നവർ പറയുന്നു. ചേച്ചിയുടെ കയ്യിൽ നിന്ന് ഞാൻ ഇതുവരെ ഒന്നും തട്ടിയെടുത്തിട്ടില്ല, എൻ്റെ കയ്യിൽ നിന്ന് അദ്ദേഹത്തെ തട്ടിയെടുത്തത് അവളാണ് എന്ന് കരച്ചിലിനിടയിലൂടെ ടാനർ പറയുന്നു. നീ ഇപ്പോൾ എന്നെ എതിർത്ത് സംസാരിക്കാൻ തുടങ്ങിയല്ലേ എന്ന് ചോദിച്ചവർ കുറച്ചുകൂടി വലിയ സൂചിയെടുത്ത് അവളുടെ പുറത്ത് മാറി മാറി കുത്തുന്നുണ്ട്. അവർ ടാനറിനെ ഉപദ്രവിക്കുന്നത് പുറത്തുനിന്ന് യുഹാവോ കാണുന്നുണ്ടായിരുന്നു. വേദന കൊണ്ട് നിലവിളിക്കുന്നതിനിടയിൽ ഞാനും രാജകുമാരനും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് ടാനർ വിളിച്ചു പറയുന്നു. അതോടെ അവർ ഉപദ്രവം നിർത്തുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും ടാനറുടെ ബോധം പോയി അവൾ നിലത്തേക്ക് വീഴുന്നു. ജംഗ്ഷൻ അവളെ കുലുക്കി ഉണർത്താൻ ശ്രമിക്കുന്നു. മന്ത്രി കൊച്ചമ്മ അവളുടെ കാലിനിട്ടൊരു ചവിട്ട് കൊടുത്തപ്പോൾ ടാനർ ഉണരുന്നു. എൻ്റെ ദേഹം മുഴുവൻ വേദനിക്കുന്നല്ലോ, എനിക്കിത് എന്താണ് പറ്റിയത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അവൾ എഴുന്നേറ്റത്. അവളുടെ പെരുമാറ്റത്തിൽ നിന്ന് കുറച്ച് മുമ്പ് വരെ അവിടെ ഉണ്ടായിരുന്ന ടാനർ അല്ലാതെ നമ്മൾ ആദ്യം കണ്ട ടാനർ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. മുറിയിൽ നിൽക്കുന്ന മന്ത്രി കൊച്ചമ്മയെ കണ്ടപ്പോൾ ഞാൻ ഉറങ്ങിക്കിടന്ന സമയത്ത് നിങ്ങളെ ഉപദ്രവിക്കുകയായിരുന്നു, അതുകൊണ്ടാണ് എനിക്കിങ്ങനെ വേദനിക്കുന്നതെന്ന് ചോദിച്ചവൾ അവരോട് ദേഷ്യപ്പെട്ടു. മതിലിന് മുകളിൽ വലിഞ്ഞു കയറി കുടുംബത്തിന് അപമാനം ഉണ്ടാക്കിയതും പോരാഞ്ഞിട്ട് നീ ഇപ്പോൾ എന്നെ ചോദ്യം ചെയ്യാൻ തുടങ്ങിയോ എന്ന് ചോദിച്ചവർ അവളുടെ നേർക്ക് തിരിഞ്ഞപ്പോൾ അപ്പോൾ ആ നിസ്സാര കാര്യത്തിൻ്റെ പേരും പറഞ്ഞാണല്ലേ നിങ്ങളെന്നെ ഉപദ്രവിച്ചത്. ഈ നശിച്ച വീടിൻ്റെ വാസ്തു ശരിയില്ലാത്തതുകൊണ്ട് ഞാൻ പുറത്തെവിടെയെങ്കിലും പോയി കുറച്ച് കാറ്റ് കൊള്ളാമെന്ന് കരുതിയാണ് മതിലിന് മുകളിൽ കയറിയത്. നിങ്ങളുടെ മെനോപ്പസ് എടുക്കാറായെന്നാണ് തോന്നുന്നത്, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്ര ദേഷ്യം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി നല്ല വാസ്തുവുള്ള ഒരു വീട് അന്വേഷിച്ചാലോ? നിങ്ങൾ ഡൗൺ പേയ്മെൻ്റ് ഒന്നും തരണ്ട എന്നൊക്കെ അവൾ വിളിച്ചു പറയുന്നുണ്ട്. അവൾ പറഞ്ഞതിലെ പല വാക്കുകളും അവർക്ക് പുതുതായിരുന്നു, പലതും അവർക്ക് പിടികിട്ടിയത് പോലുമില്ല. ഇവൾക്ക് വട്ട എന്നാണ് തോന്നുന്നത്. ഇവളെ പിടിച്ച് കെട്ടിയിടാൻ പറഞ്ഞ് അവർ ജോലിക്കാരെ വിളിച്ചപ്പോൾ എന്നെ തൊടാൻ ആർക്കാണ് ധൈര്യമുള്ളത് എന്ന് പറഞ്ഞ് ടാനർ വീണ്ടും അവർക്ക് നേരെ ചെല്ലുന്നു. അവളുടെ പെരുമാറ്റം കണ്ട് ഇവൾക്ക് ശരിക്കും വട്ടായത് തന്നെയാണ്. ഇവളെ പിടിച്ച് പൂട്ടിയിടാൻ അവർ വീണ്ടും പറയുന്നു. കാവൽക്കാർ അവളെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. യുഹാവോ ഷെങ്ങിൻ്റെ അടുത്ത് മടങ്ങിയെത്തി കുമാരൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ആരും അറിയാതെ മന്ത്രിയുടെ കൊട്ടാരത്തിനുള്ളിൽ കടന്നിരുന്നു. അവിടെ കുമാരിയെ മന്ത്രിയുടെ ഭാര്യ ക്രൂരമായി പീഡിപ്പിക്കുന്നത് ഞാൻ കണ്ടുവെന്നറിയിക്കുന്നു. ഈ വിവാഹത്തിന് ഇഷ്ടമില്ലാത്തത് കൊണ്ട് ടാനറിനെ വിവാഹം കഴിക്കാൻ നിർബന്ധിക്കുന്നതാണ് എന്ന് കരുതി ഷുവാൻ ചാടിയണിച്ച് സ്വന്തം ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ മകളെ ഇത്രയധികം ഫോഴ്സ് ചെയ്യേണ്ട ആവശ്യം മന്ത്രിക്കുണ്ടോ എന്ന് ചോദിച്ച് ദേഷ്യപ്പെടുന്നു. പക്ഷേ ഷെങ് ഒരു പുഞ്ചിരിയോടെ എഴുന്നേറ്റിട്ട് നമ്മളിന്ന് കണ്ടതൊന്നും സത്യമല്ല, മന്ത്രിയുടെ കുടുംബം നമ്മുടെ മുന്നിൽ ഒരു നാടകം കളിച്ചതാണ്. ആദ്യം അവൾ മതിൽ ചാടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു.
പിന്നീട് അവളെ വിവാഹത്തിന് സമ്മതം മൂളാൻ നിർബന്ധിച്ച് ഉപദ്രവിക്കുന്നു. ഇതെല്ലാം ആ മന്ത്രിയും മകളും കൂടി ചേർന്നുള്ള അഭിനയമാണ്. പക്ഷേ എന്നെ പറ്റിക്കാമെന്ന് അവർ കരുതണ്ട. ഞാനതൊന്നും വിശ്വസിക്കാൻ പോകുന്നില്ല. കൺസെപ്റ്റ് ക്യൂ ഷെങ് അങ്ങനെ വിളിക്കുന്നത് ടാനറിനെയാണ്. ഇവിടെ വരുന്ന നിമിഷം മുതൽ രാവും പകലും അവളെ മാറി മാറി നിരീക്ഷിക്കാൻ നമ്മുടെ ആളുകൾക്ക് ഇപ്പോഴും നിർദ്ദേശം നൽകണം എന്ന് ഷെങ് യുഹാവയെ അറിയിക്കുന്നു. യുഹാവ പോയി കഴിഞ്ഞപ്പോൾ മന്ത്രികുമാരിയും മൂത്ത രാജകുമാരനും തമ്മിലുണ്ടായിരുന്ന ബന്ധവും മന്ത്രികുമാരി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച വിവരവും ഒക്കെ ചേട്ടൻ അറിഞ്ഞിരുന്നു എന്ന് ഷുവാൻ ഷെങ്ങിനോട് ചോദിക്കുന്നു. അറിയാമെന്നവൻ പറഞ്ഞപ്പോൾ അപ്പോൾ മന്ത്രിയും മൂത്ത രാജകുമാരനും തമ്മിലുള്ള ബന്ധവും ചേട്ടൻ അറിയാമായിരിക്കുമല്ലോ എന്ന് ഷുവാൻ വീണ്ടും ചോദിക്കുന്നു. അതും അറിയാമെന്ന് അവൻ സമ്മതിച്ചപ്പോൾ അതെല്ലാം അറിഞ്ഞിരുന്നുകൊണ്ട് ചേട്ടൻ എന്തിനാണ് ഈ വിവാഹത്തിന് തയ്യാറായത്? അവൾ ചേട്ടനെ ചതിക്കാൻ സാധ്യതയില്ലെന്ന് ഷുവാൻ ചോദിക്കുന്നു. ഇപ്പോൾ അവളെ വിവാഹം കഴിക്കുന്നതിലൂടെ മാത്രമേ എനിക്കൊരു പരിഹാരം കാണാൻ കഴിയൂ എന്ന് ഷെങ് പറയുന്നു. മന്ത്രിയുടെ ഭാര്യയുടെ നിർദ്ദേശപ്രകാരം ടാനറിനെ മുറിയിൽ പൂട്ടിയിട്ടിരിക്കുകയാണ്. കുറേ സമയം കഴിഞ്ഞപ്പോൾ എനിക്ക് അത്യാവശ്യമായി റെസ്റ്റ് റൂമിൽ പോകണം, വാതിൽ തുറന്നു തരുമോ എന്ന് ചോദിച്ചവൾ വാതിൽ മുട്ടി വിളിക്കുന്നു. ആരോ വാതിൽ തുറന്ന് എംബ്രോയ്ഡറി ചെയ്യാനുള്ള സാധനങ്ങൾ അകത്തേക്ക് ഇട്ടുകൊടുത്ത് വാതിലടയ്ക്കുന്നു. അരയന്നങ്ങളുടെ രൂപം എംബ്രോയ്ഡറി ചെയ്ത ഒരു സഞ്ചി തയ്ക്കാൻ യജമാനത്തെ ആവശ്യപ്പെട്ടിരിക്കുന്നു. അത് തയ്ച്ചു തന്നാൽ മാത്രമേ മുറിയിൽ നിന്ന് പുറത്തു വിടുകയുള്ളൂ എന്നവളെ അറിയിക്കുന്നു. എനിക്കതൊന്നും ചെയ്യാൻ അറിയില്ല. ഇപ്പോൾ വാതിൽ തുറന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ പാൻറ്റിൽ കാര്യം സാധിക്കേണ്ടി വരും. എന്നെ ഒന്ന് റെസ്റ്റ് റൂമിലേക്ക് വിടുമോ എന്നവൾ വീണ്ടും ചോദിക്കുന്നു. പാൻറ്റ് നനച്ചാൽ ജോലിക്കാർ അത് കഴുകി വൃത്തിയായിക്കൊള്ളു. കുമാരി അതോർത്ത് വിഷമിക്കേണ്ട. സമാധാനമായി അവിടെ നിന്ന് എംബ്രോയ്ഡറി ചെയ്യാൻ പുറത്തുനിന്ന് പറയുന്നു. രക്ഷയില്ല എന്ന് മനസ്സിലാവുന്നതിനാൽ ടാനർ അവരെ ഇംഗ്ലീഷിൽ ചീത്ത വിളിച്ചിട്ട് എംബ്രോയ്ഡറി സാധനങ്ങളും എടുത്ത് അവൾ തിരിഞ്ഞെടുക്കുന്നു. എന്ത് എംബ്രോയ്ഡറി? ഞാൻ അരയന്നങ്ങളെ ഇതുവരെ കണ്ടിട്ട് പോലുമില്ല. വല്ല താറാവുമായിരുന്നെങ്കിൽ വേണ്ടില്ലായിരുന്നു. സ്വന്തമായി ജോലി ചെയ്ത് കാശുണ്ടാക്കി സ്വതന്ത്രമായി ജീവിച്ചിരുന്ന ഞാൻ എങ്ങനെ ഇവിടെ എത്തിപ്പെട്ട് ഒരു അറേഞ്ച്ഡ് മാരേജിന് തയ്യാറാക്കേണ്ടി വന്നു എന്ന് പറഞ്ഞ് അവൾ കൈവീശി ദേഷ്യം പ്രകടിപ്പിക്കുന്നു. അവളുടെ കൈ വീശിയപ്പോൾ തുണിയുടെ കാറ്റടിച്ച് മുറിയിലെ വെളിച്ചം കെട്ടുപോകുന്നു. ഇരുട്ടിലൂടെ തപ്പിത്തടഞ്ഞ് മെഴുകുതിരി സ്റ്റാൻഡിനടുത്തെത്തി അത് പൊക്കിയെടുക്കാൻ അവൾ ശ്രമിക്കുന്നുണ്ട്. ആ സ്റ്റാൻഡ് ഒരു രഹസ്യമുറിയുടെ വാതിലിൻ്റെ ലോക്കായിരുന്നു. അവൾ അതിൽ പിടിച്ച് വലിച്ചപ്പോൾ ഒരു രഹസ്യവാതിൽ തുറന്ന് അതിൽ നിന്നൊരു പ്രകാശം മുറിയിലാകെ നിറയുന്നുണ്ട്. ജനൽ കൂടി പുറത്തേക്കും ആ പ്രകാശം പരക്കുന്നു. ആ സമയത്ത് പുറത്ത് കുറച്ചകലെയായി വിജനമായ ഒരു സ്ഥലത്ത് കറുത്ത വേഷം ധരിച്ച് മുഖം മറച്ച ഒരാണും പെണ്ണും അമാനുഷിക ശക്തി ഉപയോഗിച്ച് 2 കാവൽക്കാരെ വധിക്കുന്നു. ടാനറുടെ മുറിയിൽ നിന്നുള്ള പ്രകാശം അവരും കണ്ടിരുന്നു. 100 വർഷങ്ങൾക്ക് മുമ്പ് അപ്രത്യക്ഷമായ ഒരു സാധനം തിരക്കിയാണ് അവർ വന്നിരിക്കുന്നത്. 100 വർഷങ്ങളായി നമ്മൾ ലോകം മുഴുവൻ അന്വേഷിക്കുന്ന സാധനം ഈ ഡോങ്ക്യൂ സാമ്രാജ്യത്തിലുണ്ട് എന്ന് കണ്ടെത്തിയിരിക്കുന്നു എന്നവർ ആ പ്രകാശം കണ്ട് സന്തോഷത്തോടെ പറയുന്നു. ഇതേസമയം ടാനർ ആ പ്രകാശം കണ്ട് ആകെ അമ്പരന്ന് നിൽക്കുകയാണ്. ഫാൻറ്റസി നോവലിലൊക്കെ ഇങ്ങനെയുള്ള സാധനങ്ങൾ അവർ ഉണ്ടാക്കി പറഞ്ഞതാണെന്നാണ് ഞാൻ കരുതിയിട്ടുള്ളത്. ശരിക്കും ഇങ്ങനെയുള്ളതൊക്കെ ഈ ലോകത്തുണ്ടായിരുന്നു എന്നവൾ അത്ഭുതത്തോടെ പറയുന്നു. എന്തായാലും ഇവിടെ ഞാൻ മന്ത്രിയുടെ 2ാമത്തെ മകളായതുകൊണ്ട് ഇതെന്താണ് എന്ന് ഞാനൊന്ന് കയറി നോക്കുന്നതിൽ തെറ്റില്ല എന്ന് പറഞ്ഞവൾ ആ മുറിക്കുള്ളിലേക്ക് കയറുന്നു. പിന്നെ കേട്ടത് അവളുടെ നിലവിളിയാണ്. തറയിൽ ബോധമില്ലാതെ കിടക്കുന്ന ടാനറിനെയും കാണാം. അവളുടെ ഉപബോധ മനസ്സിൽ സിറ്റിയിലെ റിയൽ എസ്റ്റേറ്റ് ഏജൻ്റായ ശരിക്കുള്ള ടാനറിനെ കാണാം. ആരോ ഫോളോ ചെയ്യുന്നുണ്ട് എന്ന് തോന്നിയതിനാൽ അവൾ റോഡിലൂടെ ഓടുകയാണ്. ഞാൻ വേറെ ഒരു ഏജൻറ്റിൻ്റെയും വീടുകളൊന്നും തട്ടിയെടുത്ത് കച്ചവടമാക്കിയില്ലല്ലോ, പിന്നെ ആരാണ് എന്നെ പിന്തുടരുന്നത് എന്നവൾ ഓട്ടത്തിനിടയിൽ പറയുന്നുണ്ട്. പെട്ടെന്ന് നമ്മൾ മുമ്പ് കണ്ട മുഖം മറച്ച അമാനുഷിക ശക്തിയുള്ളവർ അവൾക്ക് മുന്നിലേക്ക് ചാടി വീഴുന്നു. അവൾ അവരെ കണ്ട് ഭയന്ന് വീണ്ടും ഓടുകയാണ്. ഓടി അവൾ ഒരു പഴയ കെട്ടിടത്തിനുള്ളിൽ ചെന്ന് കയറുന്നു. അവിടെ പഴയ കാലത്തെ ഒരു കട്ടിൽ പൊടി പിടിച്ച് കിടക്കുന്നുണ്ടായിരുന്നു. അതിൽ ചൈനീസിൽ എന്തൊക്കെയോ എഴുതിയിരുന്നു. ടാനർ അത് വായിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പുറത്താരോ അടിച്ചതുപോലെ ബോധം നഷ്ടപ്പെട്ട് അവൾ ആ കട്ടിലേക്ക് വീഴുന്നു. പിന്നീട് അവൾ കണ്ണു തുറക്കുമ്പോൾ അവൾ ഈ ഡോങ്ക്യൂ സാമ്രാജ്യത്തിലെ മന്ത്രിയുടെ 2ാമത്തെ മകൾ ടാനറുടെ ശരീരത്തിനുള്ളിലായിരുന്നു. ഫസ്റ്റ് എപ്പിസോഡ് നമുക്കിവിടെ നിർത്താം. ഈ ഡ്രാമ ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻസിലൂടെ തീർച്ചയായും അറിയിക്കണം. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.